ஹே ஹலோ கைஸ் வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம ஜோஜார்ஜ் நம்ம சேட்டன் ஜோஜார்ஜோட பனி மூவி சீன் 1 தான் இன்னைக்கு வந்து நம்ம ரியாக்ட் பண்ண போகிறோம். இந்த மூவியில் வந்து பார்த்தீங்கன்னா நிறையா வந்து ஆக்டர்ஸ் வந்து இருக்காங்க. சொல்லிட்டு போனால் சரி சொல்லிக்கிட்டு இருந்தால் அப்படியே சொல்லிட்டு வந்து போயிட்டே இருக்கலாம். நம்ம ஃபர்ஸ்ட் நம்ம மூவியை போய் பார்ப்போம், பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். நம்ம ஜோஜார்ஜ் சாருக்கு வந்து பார்த்தீங்கன்னா வந்து அதிகமாக வந்து பார்த்தீங்கன்னா ஃபுல் மூவிலாம் வந்து எதுவுமே நம்ம பண்ணனதில்லை. நம்ம ஃபர்ஸ்ட் வந்து பார்த்தீங்கன்னா நம்ம சேட்டன் வந்து ஜெகமே தந்திரம் அந்த தனுஷ் கூட வந்து நடிச்சிருப்பாரு. அதில் தான் வந்து பார்த்தேன். மனுஷன் வந்து பார்த்தீங்கன்னா, அதில வந்து பார்த்தீங்கன்னா, நம்பிக்கை துரோகம் பண்ணி அவர வந்து போட்டுருவாங்க. அதுக்கப்புறம் வந்து பார்த்தீங்கன்னா, தரமான நம்ம ராஜாதி ராஜா வேற லெவல்ல வந்து நம்ம மம்முக்காவோடயே வந்து சாரி நம்ம ஆமா மம்முக்கா கூட வந்து இருப்பாரு. அவங்க பேரு என்ன ஹீரோயின் பேர் கூட மறந்துருச்சு. அவங்களோட தம்பியா வந்து இருப்பாரு. நம்ம மம்முக்காவுக்கு வந்து பார்த்தீங்கன்னா, ரொம்பவே வந்து சப்போர்ட் வந்து பண்ணுவாரு. அவரு வந்து ஆ யாரும் எதுவும் சொல்லிறக்கூடாது. அந்த அளவுக்கு வந்து பார்த்தீங்கன்னா வந்து கோவப்படுவாரு. ஆ போலீஸ்காரங்களே வந்து பார்த்தீங்கன்னா வந்து அவரு ஒரு மிரட்டி வந்து அடிக்கிற மாரி வந்து போயிருப்பாரு. ரொம்பவே வந்து பார்த்தீங்கன்னா, அந்த மூவில வந்து அவர வந்து புடிச்சிருந்துச்சு. அதோட வந்து பார்த்தீங்கன்னா, இப்ப தான் வந்து பார்த்தீங்கன்னா, அவருக்கு ஃபுல் மூவி வந்து பார்த்தீங்கன்னா, நம்ம ரியாக்ட் பண்ண போறோம். நம்ம வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அத பத்தி பேசுவோம். வீடியோக்குள்ள போறதுக்கு முன்னாடி இன்னும் நீங்க நம்ம சேனல் வந்து சப்ஸ்கிரைப் பண்ணலாம். கண்டிப்பா சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த பெல் ஐகான அழுத்திட்டு ஆல்ன்னு போட்டுருங்க. இப்ப வாங்க வீடியோக்குள்ள போலாம். ഞാൻ വലിയ പാട്ടെന്ന് ഓണാ തൃശ്ശൂരുകാരുടെ ദേശീയ ഗാനല്ലടാ. തൃശ്ശൂർ വന്ന മടക്കുന്ന റൗണ്ട് അടിക്കാൻ പോവാൻ പറ്റില്ലടാ. അതെത്തിയ ഈ റൗണ്ട് എത്തിയ എത്ര വഴി അറിയുന്നവനൊന്ന് വഴി തെറ്റും. ശരിയല്ലേ? ഡോണെ പുത്തമ്പള്ളിക്കാണോ ലൂർപ്പള്ളിക്കാണോ ഏറ്റവും കൂടുതൽ? പുത്തമ്പള്ളി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പൊക്കം കൂടിയ പള്ളികളാ. അതിന്റെ മേലെ കയറുന്ന ലോകത്തിലെല്ലാം കാണാം. വെള്ളതല്ല ഒരു ദിവസം അതിന്റെ മേലെ കയറണം. പാലക്കാട് ഓണാട്ടാ ഈ പഞ്ചറൊന്നും ഒട്ടിച്ചായിരുന്നു. പഞ്ചറൊന്നും ഒട്ടിച്ചു കൊടുത്താടാ. അന്നിരുന്നങ്ങ് ഒട്ടിച്ചാ മതി. ഒരു മെയിൻ മെക്കാനിക്കിനെ കൊണ്ട് പഞ്ചർ ഒട്ടിപ്പിക്കുക, റൂമ് തുടപ്പിക്കുക, കക്കൂസ് കഴിപ്പിക്കുക, ഇതൊക്കെ നല്ല ശീലമാണോ കൂടെ? പിന്നെ നീയൊക്കെ തോന്നുന്നത് ഞാൻ വന്ന് കഴിക്കാം. ചിലപ്പോ വേണ്ടി വരും. മുതലാളിയായാലും തൊഴിലാളിയായാലും പണി ഈസ് പണി. നിങ്ങൾ ഈ കസ്റ്റമറിനോടും തൊഴിലാളികളോടും ഒരുപോലെ പെരുമാറണം. ഇന്നുണ്ട് എടാ അത് ഒട്ടിച്ചു കൊടുത്തിട്ട് പോടാ. പോടാ, ഞങ്ങൾ ഇന്ന് ലീവാണ്. മര്യാദയുടെ പുറത്താണ് ഇത്ര നേരം പണിയത്. മോനേടാ നീ അപ്പുറത്തെ കടയിലെല്ലാം കൊണ്ടുപോയി ഒട്ടിക്കും. തുറന്നാച്ചാണ് അടച്ച പൊക്കോടെ വർദ്ധാൻ ചെന്ന് വരാർത്താ. ഇനി 5 ദിവസത്തേക്ക് ഇങ്ങോട്ട് ഇല്ലാന്ന് പറഞ്ഞ കാര്യമായിട്ടാ. അതെ നാളെ തന്നെ ഇങ്ങോട്ട് വലിച്ചു കയറി വരൂ. ഇവിടൊക്കെ പട്ടിപ്പണി എടുത്തിട്ട് ആകെ കിട്ടണത്. ഇതിനെക്കാളും ബെറ്റർ പണി കിട്ടുകയാണെങ്കിൽ പോണേട്ടാ നമ്മൾ ഇങ്ങോട്ടില്ല. പല ദിവസം മുഴുവൻ കണക്കൂട്ടി മേടിച്ചപ്പോ തന്നെ എനിക്കത് മനസ്സിലായടാ. നീയൊക്കെ നിന്നാലും പോയാലും എനിക്ക് ഭയങ്കര നമ്മനെ ആ കടയില്ല. ആ ജംഗ്ഷനിൽ ഒരു കടയുണ്ട്, അവിടെ പോയിട്ട് ഒട്ടിച്ചോ. രണ്ടെണ്ണ പണി നോക്കിയേ ഞാൻ വേറെ കൊണ്ടുപോയി ഒട്ടിച്ചോളാം. ഓരോരുത്തർ പഠിപ്പിക്കാറ് പിള്ളേരെ ഒരു കാര്യം പറയാൻ പറ്റില്ലല്ലേ? എന്ത് കാര്യം? തലേന്ന് തല്ലി വിളിച്ചേക്കണം. ഓ ആഹാ ഭയങ്കര മോശടാ. കേട്ടത് നിനക്ക് നല്ല സന്തോഷം ഉണ്ടല്ലേ? നല്ല കച്ചവടാ.
സിനിമയിലെ പാട്ടാ? സിനിമ പാട്ടൊന്നും പോണ. നീ എവിടെ പോയി കിടക്കുവാ? ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുന്നു, ഒന്നെങ്കിൽ ഫോൺ എടുക്ക്. നീ മാത്രം വർത്താനം പറഞ്ഞോണ്ടിരുന്ന എങ്ങനെ ശരിയാവുക? എന്റെ പറമ്പ് ഞാൻ കക്കൂസ പറമ്പാക്കിയത്, അത് ഞാൻ ജോഷിക്ക് കൊടുത്തില്ല. എഴുതി വെച്ചോ, ഞാനത് ജോഷിക്ക് കൊടുത്തില്ല. എന്റെ പേര് സുരേഷ് മാടക്കുന്നാണ്. നിനക്ക് മനസ്സിലായ? എടാ, ഈ കാര്യം പറഞ്ഞ് നീ ഇങ്ങനെ വിളിക്കണ്ട. ഇനി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. നീ ഫോൺ വെച്ചേ. എവിടെ ആൾക്കാർക്കൊക്കെ ഇത് വെറുതെ ശരിയായിട്ട് സംസാരിച്ചിട്ട് നോക്കാം. ഒരു പാലിമുള്ള ഒരു കാര്യം. വട വേണ്ടേ? വട വേണ്ട. ഷമീർ, എനിക്ക് ആ ചമ്മന്തി വെച്ചേക്കണേ. എനിക്ക് ചമ്മന്തി വേണ്ട, എനിക്ക് വേണം. പവർ നമ്മൾ കഴിക്കണില്ലാന്ന് അപ്പൊ മാത്രമേ കഴിക്കൂ. ഞാൻ പറഞ്ഞ കാര്യം ഗിരിയോടൊന്ന് പറയുക. ചെറിയ അർജന്റാണ്. ഗിരി ഞാൻ സംസാരിക്കും കേട്ടോ. ഗിരിയോട്ട് പോകുന്നില്ലേ? ഗിരിയോട അങ്ങനെ എത്രയാണ് പറ്റ്? 300 അല്ലേ? ഇതാരാന്നറിയോ? അമിട്ട് ഷിബു. പെരിങ്ങാവ് അമ്പലത്തിൽ ഉത്സവത്തിൽ പൊട്ടിക്കാൻ വെച്ചിരുന്ന 500 അമിട്ടേ ഇവൻ ഒരുമിച്ചെടുത്തങ്ങ് പൊട്ടിച്ചു. എന്താ കാരണം അറിയോ? ഇവന് പോകാൻ തിരക്കായിരുന്നു. അല്ലടാ, നിന്റെ ചില സർക്കാർ ജോലിയായിരുന്നു അല്ലടാ. അപ്പം നിനക്ക് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ആ ജോലി കിട്ടും. നിനക്ക് 2 പറി കിട്ടും. തല നിറച്ചവനെ, എന്റെ പേര് ഞാൻ 2 കേസ് കൂടെ ചാർജ് ചെയ്താറുണ്ടല്ലോ. നീ പിന്നെ ഗുണ്ടാലീസില്ല. നിനക്ക് പിന്നെ പെണ്ണുമില്ല, ജോലിയില്ല, പാസ്പോർട്ടും ഇല്ല. നാളെ രാവിലെ സകല ഡോക്യുമെന്റ്സോടെ നീ ഇവിടെ ഹാജരാകണം. മനസ്സിലാടാ? ഏത് പോലീസ് സ്റ്റേഷൻ? എപ്പോ തുറക്കുന്നു? Good morning. Sir. Sorry for being late. കല്യാണം പരിചയപ്പെട്ടില്ലേ? ഒരു IPS ട്രെയിനിക്ക് സ്വന്തം നാട്ടിൽ പോസ്റ്റിംഗ് കിട്ടണമെങ്കിൽ നല്ല ഇൻഫ്ലുവൻസ് വേണം അല്ലേ? അങ്ങനെയൊന്നുമില്ല സർ, തൃശ്ശൂർ പ്രിഫറൻസ് കൊടുത്തേ ഉള്ളൂ. സർ, മാഡം ഇവിടെ അറിയപ്പെടുന്നൊരു ഫാമിലിയാണ് മംഗലത്ത്. ഓക്കെ. ഇന്നലെ എനിക്കും സിദ്ദിഖിനും IG ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പണ്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഗുണ്ടാ പേരുകൾ ട്രിവാൻഡ്രത്തും കൊച്ചിന്നൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോ കേൾക്കുന്ന പുതിയ പേരുകളെല്ലാം തൃശ്ശൂർ നിന്നാണ്. സിസ്റ്റം ഫെയിലിയർ ആണോ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പോലീസിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരു ഗുണ്ടായുസം നടക്കില്ല. ഒരുപാട് ടീനേജേഴ്സ് ഇതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഫ്യൂച്ചറിൽ നമുക്ക് ഡാമേജ് ചെയ്യും. ഗവൺമെന്റിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ഇവിടെ ആരാ ആക്റ്റീവ് ആയിട്ടുള്ളത്? പല ഗ്രൂപ്പുകളും ഉണ്ട് സാർ. ഒരു ഡേവിയാണ്, വാറന്റ് ഡേവി. അയാളുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഒരു 10-400 പിള്ളേരുണ്ട് സാർ അയാളുടെ കൂടെ. സാറേ, ഈ പറഞ്ഞ ഡേവിക്ക് അങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല സാർ. ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം അയാൾ ഇപ്പോഴും പല ഡീലുകളും സെറ്റിൽമെന്റ് നടന്നുണ്ട്. നമ്മളൊക്കെ ഇടപെട്ടാൽ പിന്നെ സ്ഥലം മാറ്റം മാത്രമാണ് സാർ റിസൾട്ട്. സാറേ, ഡേവിക്ക് പുറത്തുനിന്ന് ഭയങ്കര സപ്പോർട്ടാണ്. ഡേവി ഒറ്റയ്ക്കല്ല, അതൊരു ടീമാണ് സാർ. അതിനേക്കാൾ വലിയ ടീമിലുള്ളൂ കേരള പോലീസ്. നിങ്ങൾ കൂടെ നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ എനിക്ക് എന്റെ ജോലി ചെയ്തല്ലേ പറ്റൂ. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. ഹലോ. கேரளா மியூசிக்கே மியூசிக் தான். അതുകൊണ്ട് വേണോ ചോദിച്ചത്? ഹലോ, ഓളൂ, ഞാന് പൈപ്പ് ഓടിക്കായിരുന്നു, കോളുണ്ടില്ല, അതുകൊണ്ടാ. സോറി ട്ടാ. എടാ സോറി 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 പണി ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ. ഞാൻ എത്തിയിട്ടില്ല. 3 മണിക്കൂറാവും. അത് കഴിഞ്ഞ ഫുൾ ടൈം മുത്തിന്റെ കൂടെ അല്ലേ ചേട്ടാ. ചേട്ടനോട് ഭയങ്കര സ്നേഹമാണ്. തീർത്താ വെള്ളം ഒന്ന് പിടിച്ചേ. ഐസ്ക്രീം കഴിച്ചല്ലേ, അങ്ങനെ പിടിച്ചാ മതി. ഞാൻ വെള്ളം ചോദിക്കട്ടോ. பக்க பக்கம் இருக்குது. കാര്യം പറയാമോ? ദോഷമായിട്ടുള്ള സ്ഥലത്തിന്റെ കാര്യം തീരുമാനാക്കിക്കൂടെ?
ഇതിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കണേ. നീ ആരുടെ ആര് വേണേലും ആയിക്കോട്ടെ. ജോഷിയുടെ ഭയങ്കര കലിപ്പിലാട്ടാ. കൊടുത്തില്ലെങ്കിൽ നല്ല പണി കിട്ടും. നീ കൊള്ളാലോ. വഴി തടഞ്ഞു നിർത്തി എന്റെ സ്ഥലം ജോഷിക്ക് എഴുതി കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ എഴുതി കൊടുക്കാറ്. ഈ പരിപാടി പണ്ടേ ജോഷിന്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിരിക്കുന്ന കാണണല്ലോ. കാണാനൊന്നും കേട്ടോ പണിയാട്ടോ. ഓ അയ്യോ. ഓ പണി ജോബ്. ഈ ATM ചേച്ചി ATM കംപ്ലൈന്റ് ആയിട്ട് കുറെ നാളല്ല. അപ്പുറത്തൊരെണ്ണം. അയ്യോ ഞാൻ മറന്നോട്ടാ. സിജുട്ടൻ സിജുട്ടൻ ഓക്കെ. സമയങ്ങളിൽ പണി തീർക്കണ്ടു മുടിഞ്ഞ വെയിറ്റാണ്. സമയം കൂടാൻ പാടില്ല. നമ്മൾ പബ്ലിക് വരി പണി ചെയ്യുമ്പോൾ മാക്സിമം പെട്ടെന്ന് തീർക്കണം. റിസ്ക് ആണ്. എന്ത് റിസ്ക്? പിടിച്ചൊന്നുമില്ല. റിമാൻഡിൽ പോകണം. റിമാൻഡിൽ പോകണം. നമ്മൾ ഇത്രയും പ്ലാൻ ചെയ്തേ. എത്ര പ്രാവശ്യം പ്രൈവറ്റ് സെറ്റ് ആയത് ഞാൻ പറയുമ്പോൾ ഞാൻ കേൾക്കും. പബ്ലിക്കായി പണി നടത്തി പിടിച്ചാലും വെയിറ്റാണ്. ഞാൻ ആദ്യം എൻ്റെ കൈകാലിൽ പെട്രോൾ വെച്ച് കഴുകും. എന്നിട്ട് ഡ്രസ്സും സാധനങ്ങൾ കൊണ്ട് നിർത്തിക്കും. വെൽക്കം സാർ. சூப்பர் 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 சூப்பராக இருந்துச்சு. ஃபஸ்ட்டு எடுத்தோடனே வந்து பார்த்திங்கன்னா நம்ம ஜோ ஜார்ஜை வந்து காமிச்சிருவாங்கன்னு சொல்லிட்டு நினைக்கிறேன். அவர் மெக்கானிக் ஷாப் மாதிரி வந்து காமிக்கிறாங்க. அவர் சின்ன பையன் வந்து பஞ்சர் ஓட்டு அப்படின்னு சொல்லி வந்து சொல்கிறாரு. அவர் வந்து இன்னொருத்தர சொல்கிறாரு. அவருக்கு வந்து இன்னும் சொல்லுவார், ஆமாம் இந்த பஞ்சர் ஓட்டுறது, இந்த கக்கூஸ் கலவரு, இந்த வேலைலாம் வந்து என்கிட்ட சொல்லு அப்படிங்கிற மாதிரி நக்கலாக வந்து பேசிட்டு அவங்க 2 பேரும் வந்து அசால்ட்டாக வந்து கிளம்பி போயிடுவாங்க. சரி எங்கேயோ வந்து நான் நினச்சேன் வந்து சைட்டு தான் அடிக்க போகிறாங்க அப்படின்னு சொல்லிட்டு நான் நினச்சேன். டக்குன்னு வந்து பார்த்தா ஒரு ஏடிஎம்ல ஒருத்தர் ஏற்றி டப்பு டப்புன்னு வந்து பார்த்தீங்கன்னா கொண்டுகிட்டு இருக்காரு. என்ன பண்ணுறாங்கன்னு சொல்லிட்டு ஒன்றுமே விளங்கலை. ஜோ ஜார்ஜும் வந்து காமிப்பாங்கன்னு பார்த்தேன். அது வந்து பார்த்தீங்கன்னா காமிக்கல. ஸ்டார்டிங் அப்படியே வந்து லைட்டாக அப்படியே மாறி போச்சு. டக்குன்னு பார்த்தோன்னா இப்போ தான் சூடு பிடிக்குதுன்னு சொல்லிட்டு நினைக்கிறேன். அடுத்தடுத்து என்ன சீன் வருதுன்னு என்னன்னு சொல்லிட்டு தெரியல. அபிநயா வேற இருக்காங்க. அபிநயா வந்து பார்த்தீங்கன்னா வாய் பேச தெரியாது, காது வந்து கேட்காது. அவங்க வந்து இதில் நடிச்சிருக்காங்க. உண்மையாலுமே வந்து பார்த்திங்கன்னா மிகப்பெரிய டேலண்ட் அவங்களுக்கு. ஃபஸ்ட்டு படம் அவங்க தமிழில் நான் பார்த்த வரைக்கும் சொல்கிறேன். தமிழில் வந்து பார்த்திங்கன்னா நாடோடிகள் தான் வந்து சசிகுமார் சார் கூட வந்து நடிச்சிருக்காங்க. அதுக்கப்புறம் வந்து 1, 2 மூவி வந்து பார்த்திங்கன்னா தமிழில் வந்து பண்ணியிருக்காங்க. அவங்க வந்து மலையாளத்தில் வந்து பார்த்திங்கன்னா இப்போ மலையாளத்தில் எத்தனை மூவி நடிச்சாங்கன்ட்டு தெரியல. இப்போ நான் இது பார்க்கும்போது பரவாயில்ல இவங்க நடிச்சிருக்காங்களே அப்படின்னு சொல்லிட்டு வந்து தோணுச்சு. ஓகே, இந்த வீடியோ வந்து கண்டிப்பாக உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சிருந்தா மறக்காம அந்த வீடியோக்கு ஒரு லைக் பண்ணிட்டு நீங்கள் சப்ஸ்கிரைப் பண்ணாமல் நீங்கள் பார்த்தீங்கன்னா கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். நீங்கள் சப்ஸ்கிரைப் பண்ணிட்டு அந்த பெல் ஐக்கானை வந்து தட்டி விட்டு ஆல்னு போட்டுங்க. அப்போ தான் நான் போடுற வீடியோ உங்களுக்கு வரும். இது போல் நல்ல வீடியோ நம்ம நெக்ஸ்ட் சந்திப்போம்.